വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണിത്. ഇന്ന് നമുക്ക് യേശുവിൻ്റെ വചനം ശ്രവിക്കാൻ പോകുകയാണ്. ഇന്ന് ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയം തൃക്കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അനുഗ്രഹം അവരുടെ ശിരസിന്മേൽ വരട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ വചനം ശ്രവിക്കാം. ജോൺ ചാപ്റ്റർ 7 verse 37 to 39 വായിച്ചു കേൾക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അത് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ രംഗപ്രവേശനത്തിന് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിന്നുകൊണ്ട് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തൊരു സന്ദേശമാണ് വായിച്ചത്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ വാക്യത്തിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് എപ്പോഴും ഒരു ദാഹം ഉണ്ടായിരിക്കണം. ഒരാൾ വിളിച്ചിട്ട് യോഗത്തിന് വരുന്നതും ഉന്തിത്തൊള്ളി കൊണ്ടുവരുന്നതും ദാഹിച്ചിട്ട് വരുന്നതും രണ്ടനുഭവങ്ങളാണ്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, സ്തോത്രം, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പം കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ യേശു ഒരു കാര്യം പഠിപ്പിച്ചു.
യേശു അവരോട് പറഞ്ഞത് യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, വിശക്കത്തുമില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. കണ്ടോ, കർത്താവിന്റെ അടുക്കൽ വരുമ്പോഴാണ് നമ്മുടെ ദാഹത്തിന് സംതൃപ്തി ഉണ്ടാകുന്നത്. സ്തോത്രം. അപ്പം ഇന്ന് എന്തെങ്കിലും കാര്യത്തിൽ ദാഹിച്ചാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദാഹം സംതൃപ്തമാക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമുക്ക് ഇന്ന് ദൈവത്തിനായി ദാഹിക്കുക എന്ന ആശയത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. 42-ാം സങ്കീർത്തനം വളരെ നല്ല സങ്കീർത്തനമാണ്. അതിനകത്തുനിന്ന് 2 ആശയങ്ങൾ പറയാനായിട്ടാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 42-ാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. 42-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ദൈവവചന ധ്യാനം തുടങ്ങാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. കണ്ടോ, ഒന്നാമത്തെ അനുഭവമാണ് ദൈവത്തോട് ചേരാൻ കാംക്ഷിക്കുന്നു. അടുത്തത്, എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ദാഹം മുഴുവൻ ദൈവത്തിനായിട്ടാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ദാഹം കർത്താവിനായിട്ടായിരിക്കും. ഞാൻ ബൈബിളിൽ ദൈവത്തിനായി ദാഹിച്ച ചിലരെ ബൈബിളിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പോവുക. കർത്താവിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളപ്പം കുറച്ചു നേരത്തേക്ക് ആ പ്രശ്നത്തെയൊക്കെ അങ്ങ് മറക്ക്. എന്നിട്ട് കർത്താവിനെ കുറിച്ചുള്ള ആ ദാഹം നമ്മുടെ അകത്തുണ്ടാകട്ടെ. ദാഹത്തോടെ വന്നാൽ നിന്നെ സംതൃപ്തിയോടെ മടക്കി അയക്കുന്ന ദൈവം. എങ്ങനെയാ ദാഹിക്കുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ. ഞാൻ പണ്ട് നിങ്ങളോട് സങ്കീർത്തന വ്യാഖ്യാന സമയത്ത് ഞാൻ എടുത്തുദ്ധരിച്ചൊരു പദം ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഈ മാനിനെ സംബന്ധിച്ച് മാൻ കാടിനകത്താണ് ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്. പക്ഷേ ഈ മാനിന് വെള്ളം കുടിക്കണം. മാന് അരിവേരടുക്ക ചെല്ലുമ്പോൾ മാൻ വെള്ളം കുടിക്കാൻ മാനിന് പറ്റത്തില്ല. കാരണം ഹിംസ്വര ജീവികൾ ഈ മാനെ പിടിക്കും. സങ്കീർത്തനക്കാരൻ ആ ആശയമാണ് പറയുന്നത്. കുറച്ച് നേരം ഈ മാന് കുറ്റിക്കാടിനകത്ത് ഇങ്ങനെ പമ്മി ഇരുന്നിട്ട് ഈ അരുവിയുടെ കരയിലുള്ള മറ്റുള്ള കാടുകളിൽ നോക്കും. കാര്യം ഹിംസ്വര ജീവിയുടെ കണ്ണുകൾ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന പോലെ കാണാനായിട്ട് കഴിയും. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. കുറേ നേരം നോക്കിയിരിക്കുമ്പോഴും ഈ മാനിൻ്റെ ഉള്ളു തുടിക്കുക വെള്ളം കുടിക്കാനായിട്ട്. കുടിക്കാൻ പറ്റാത്ത അനുഭവം. സങ്കീർത്തനക്കാരൻ പറയും, അതുപോലെ ഞാൻ ദാഹിക്കുവാണ് നിനക്ക് വേണ്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനാണ് ഈ മാനയൊക്കെ സങ്കീർത്തനക്കാരൻ പൊക്കിക്കൊണ്ട് വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം കർത്താവിൽ നിന്ന് പ്രാപിക്കാനുള്ള ദാഹം, ദൈവവചനം സ്വീകരിക്കാനുള്ള ദാഹം, ദൈവത്തിൽ നിന്ന് ചിലത് ലഭിക്കാനുള്ള ദാഹം, അത് ദൈവമക്കളുടെ അകത്തുണ്ടാകണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച്, ദൈവത്തിനായി ദാഹിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ദാഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതും പേടിച്ച് പ്രാർത്ഥിക്കുന്നതും രണ്ടാണ്. ദാഹിച്ച് ബൈബിൾ വായിക്കുന്നതും പേടിച്ച് ബൈബിൾ വായിക്കുന്നതും രണ്ടാ. ദാഹിച്ച് കൈയടിക്കുന്നതും സ്തോത്രം എല്ലാവരും കാണുമല്ലോ, ഞാനിങ്ങനെ സ്തോത്രം വെട്ടിയിട്ട അല്ലെങ്കിൽ നിൽക്കുന്ന മരം പോലെ ഇങ്ങനെ നിന്നാൽ എന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ച് 2 കൈയൊക്കെ അടിച്ചേക്കാം എന്ന് പറഞ്ഞ് കൈയടിക്കുന്നവരുമുണ്ട്. യേശുവിൻ്റെ കാലത്ത് അപ്പം തിന്നാൻ വന്നവരുമുണ്ട്, അപ്പത്തിൻ്റെ വർധനവ് കൊണ്ട് തുള്ളിച്ചാടിയവരുമുണ്ട്. ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാം, പ്രിയരെ, ദാഹത്തോടെ വന്നെങ്കിൽ നിന്നെ തൃപ്തിയോടെ മടക്കി അയക്കുന്ന അല്ലെ, കർത്താവിനായി ദാഹിക്കുക. ഞാൻ ബൈബിളിലോട്ട് നിങ്ങളുടെ ചിന്തകളെയൊക്കെ ഒന്ന് കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനായി ദാഹിക്കുക. ബൈബിൾ പഠിക്കുന്ന സമയത്ത് ആദ്യം ദൈവത്തിനായി ദാഹിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. ദാവീദിനെ കുറിച്ച് ദാവീദ് എഴുതിയ സങ്കീർത്തനം 27-ാമത്തെ ഒരു സങ്കീർത്തനമുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിലോട്ട് നമ്മളത് കൊണ്ടുവരട്ടെ. 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആ സങ്കീർത്തനക്കാരൻ അവൻ്റെ ആ ദാഹം അവിടെ വെളിപ്പെടുത്തുക. അത് വായിച്ചു കേട്ടെ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും. ദാവീദ് പറയാ, കർത്താവേ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു?
ആഗ്രഹിക്കുന്നത്. എന്താണ് ആഗ്രഹം? യഹോവയുടെ മനോഹരത്വം കാണുവാനും. കണ്ടോ, എന്നെ രാജാവാക്കണേ, എനിക്ക് ശത്രുവിനെ ജയിക്കണേ, എനിക്ക് പോരാട്ടം മാറണേ, അതൊന്നും അല്ല അവൻ്റെ വിഷയം. അവൻ്റെ വിഷയം ഈ ദാവീദിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്തോത്രം, അവൻ്റെ അപ്പനും അമ്മയുടെ മുമ്പിൽ അവൻ ഏറ്റവും തള്ളപ്പെട്ടവനായിരുന്നു. അവൻ ദൈവത്തിന് സ്തോത്രം, അപ്പൻ അവന് കൊടുത്ത ജോലി എന്താണെന്നറിയാമോ? ആടിനെ തീറ്റുന്ന ജോലിയാണ്. പക്ഷേ കാടിനകത്ത് കിടക്കുമ്പോഴും അവനൊരു ദൈവത്തെ ദാഹിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിനെ മേയ്പ്പാൻ പുൽപ്പുറങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തെന്ന് മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ദാവീദിനെ ദൈവം തെരഞ്ഞെടുക്കുമായിരുന്നു. കാരണം എന്താ? ദാഹം കണ്ടാൽ ദൈവത്തിന് എങ്ങനെ തെരഞ്ഞെടുക്കാതിരിക്കാൻ കഴിയും? അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ വിഷയം രോഗസൗഖ്യമാകരുത്, നമ്മുടെ വിഷയം കടം മാറുന്നതാകരുത്, നമ്മുടെ വിഷയം ശാപം പൊട്ടുന്നതാകരുത്, നമ്മുടെ വിഷയം എങ്ങനെയും കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നതാകരുത്. നമ്മുടെ വിഷയം ദൈവത്തിനായുള്ള ദാഹം. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിനായി ദാഹിച്ചാൽ നിന്റെ എല്ലാ കാര്യവും രാജകീയമായി ദൈവം നടത്തി തരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കൈ ഉയർത്തി പറ, എൻ്റെ എല്ലാ കാര്യവും ദൈവം നടത്തി തരുമെന്ന് പറ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ആൾക്കാർ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പൊന്നനി പാസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിൽ വലിയ ബന്ധനമാണ്, അതങ്ങ് കർത്താവിൻ്റെ സ്തോത്രം വന്ന് അഴിയാൻ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൊരു വലിയ ആൾക്കാർ പറഞ്ഞു കേട്ടൊരു കാര്യം നിങ്ങളോട് പറയാം. സ്തോത്രം, ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് കിണർ വെട്ടാൻ പോവുക. കിണർ വെട്ടാൻ സ്ഥാനം കണ്ട സ്ഥാനത്ത് ഒരു വലിയ മരത്തിൻ്റെ ചുവട് ഇങ്ങനെ ഇരിക്കുക, മരം ഒരാൾ ഇങ്ങനെ പടർന്നിരിക്കുക. വലിയൊരു കിണർ പഞ്ചായത്തുകാർ വെട്ടാൻ പോവുക. ചെറിയ കിണറല്ല, അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വെള്ളം കുടിക്കാൻ പറ്റിയ വലിയ കിണർ. സ്തോത്രം, ആ കിണർ വെട്ടുന്നതിന് മുമ്പ് ആ വൃക്ഷത്തിൻ്റെ മൂട് അവിടെ നിന്ന് ഇളക്കണം. പക്ഷേ വൃക്ഷത്തിൻ്റെ മൂട് ഇളക്കാനായിട്ട് ശ്രമിക്കണം. കിണർ വെട്ടിയാൽ മതി, മൂടൊക്കെ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് നോക്കി, കർത്താവിനെ ദാഹിച്ചാൽ മതി, ബന്ധനമൊക്കെ തന്നെ അഴിഞ്ഞോളൂ. കർത്താവിനെ അങ്ങോട്ട് കൊതിച്ചാൽ മതി. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നൊരു ഭാഗമുണ്ട്, വായിക്കാൻ സമയം എടുക്കുന്നില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തെ സ്നേഹിക്കും. ലോകവും ലോകത്തിലുള്ളതിനെ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. പക്ഷെ ആരെ സ്നേഹിക്കണം? യേശുവിനെ. സത്യത്തിൽ ഞാൻ പറയാം, യഥാർത്ഥമായിട്ട് ദൈവമക്കൾക്ക് കർത്താവിനോട് വലിയ പ്രേമം ഉണ്ടാകണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു സാരം മനസ്സിലാക്കണം. നമ്മൾ കൊടുക്കുന്ന പണമല്ല ഇവിടെ വിഷയം. കർത്താവിനെ പ്രേമിക്കാത്ത നിന്റെ പണം കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിച്ച്, ആഴമായി കർത്താവിനെ ഒന്ന് ലവ് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളതിന് റെഡിയാണോ? ചിലരോട് പറയാം, നിന്റെ വീട് ഇവിടെ വിഷയമല്ല, നിന്റെ ഭാവി വിഷയമല്ല, നിന്റെ കുഞ്ഞിൻ്റെ അനുഭവങ്ങൾ വിഷയമല്ല, അതിനൊക്കെ അപ്പുറത്താണ് ആഴമേറിയ ഒരു സ്നേഹം. ഓ ഹല്ലേലൂയ. അപ്പൊ ദാവീദ് വളരെ ചെറുപ്രായം തൊട്ടേ കർത്താവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. അവന് ആ വാക്യത്തിൽ എഴുതിക്കുക, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. 27 സങ്കീർത്തനം 4 വാക്യമല്ലേ? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും. എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ആഗ്രഹമുണ്ടോ? കർത്താവേ, എനിക്ക് നിന്റെ മനോഹരത്വം ഒന്ന് കാണണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലരോട് പരിശുദ്ധാത്മാവ് തുറന്ന് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് കാണാൻ, ദൈവത്തെ ഒന്ന് രുചിക്കാൻ ആഗ്രഹമുണ്ടോ? കടം മാറാനാ ഇന്ന് നീ പ്രാർത്ഥനയ്ക്ക് വന്നേ. കടം മാറാൻ വന്ന നീ പ്രാർത്ഥന കടം മാറി കഴിയുമ്പോൾ നീ നിന്റെ വഴിക്ക് പോവും. മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വന്ന ആൾ രോഗസൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവരുടെ വഴിക്ക് പോവും. പക്ഷെ ഞാൻ പറയുന്നത് കടവും രോഗസൗഖ്യമൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് ദൈവത്തെ കുറിച്ചുള്ള ദാഹം. ഓ ബ്ലഡ് ഓഫ് ജീസസ്. എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തൊരു പ്രേമം തലവെക്കണം. ലോകത്തെക്കാൾ വലുത്, ബന്ധങ്ങളെക്കാൾ വലുത്, സമ്പത്തിനേക്കാൾ വലുത്, വീടിനേക്കാൾ വലുതാണ് നീ പ്രാപിച്ചിരിക്കുന്ന ബന്ധം. എത്ര പേർക്ക് ആമീൻ പറയാനായിട്ട് പറ്റൂ? ഹല്ലേലൂയ. അടുത്ത് കൈ ഉയർത്തി പറ, ഞാൻ അധികം ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറ. കൈ ഉയർത്തിക്കൊണ്ട് പറ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് 27 സങ്കീർത്തനം 4 വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. ഞാനൊരു ചെറിയ കാര്യം പറയാം. ദാവീദ് ഒരിക്കൽ പോലും രാജാവാകണമെന്ന് പ്രാർത്ഥിച്ച് കാണത്തില്ല. കാണുമോ? കാര്യം അതിനൊരു സാധ്യതയില്ല. അപ്പം കൊടുത്ത ജോലി എന്തുവാ? ആടിനെ തിരുന്നൊളി. സ്വർഗത്തിലെ അപ്പം കൊടുത്ത ജോലി എന്താ? രാജ്യം ഭരിക്കുന്ന ജോലി.
അപ്പം അപ്പൻ നിനക്ക് ആടിനെ തീരുന്ന ജോലി തന്നതുകൊണ്ട് എൻ്റെ ജീവിതം അസ്തമിച്ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനപ്പുറത്ത് സ്വർഗീയ അപ്പൻ നിനക്ക് തരുന്ന മറ്റൊരു പദവിയുണ്ട്. ഈ ചിലരൊക്കെ ഒരു പ്രശ്നം, നമ്മുടെ അപ്പൻ നമുക്ക് തന്നിരിക്കുന്ന ആ ജോലിയിൽ നമ്മൾ പറയും, എൻ്റെ പൊന്നു ബ്രദറെ ആടിനെ തീറ്റി മടുത്ത് കേട്ടോ. ദാവീദ് ആടിനെ തീറ്റുമ്പോഴും കാടിനകത്ത് മുട്ടുകുത്തി ഒരുവനെ പ്രേമിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ശ്രദ്ധിച്ചേ അമ്മി ഏൽപ്പിച്ചത് അമ്മി ചിലർക്ക് ശ്രദ്ധിക്കണം. ചിലർക്ക് എന്ത് കിട്ടിയാലും സംതൃപ്തി വരത്തില്ല. സ്തോത്രം. ചിലരെ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ബാങ്കിൽ ഒരു 50,000 രൂപ ഉണ്ടോ, എന്തോ സന്തോഷം. എൻ്റെ പൊന്നു ബ്രദറെ കഷ്ടകാലം എല്ലാം മാറി. 1000 കോടി ഉണ്ടെങ്കിലും കരഞ്ഞോണ്ട് നടക്കുക. മൂത്ത കൊച്ചിന് ജോലിയില്ല. ഈ കഴിഞ്ഞിടെ സ്തോത്രം ഒരു സ്നേഹിതനെ ഞാൻ കണ്ടു. അദ്ദേഹം അവരെല്ലാം ഡോക്ടർമാരാണേ. അപ്പോൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, അനിപ്പാസ്റ്ററെ ഇളയ മോന് ജോലി കിട്ടാനെന്ന് പ്രാർത്ഥിക്കണം, കാര്യം കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ റുപ്പി ഒരു 4 ലക്ഷം രൂപ ശമ്പളം കാണും. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു 3 ലക്ഷം കാണും. മൂത്ത മോനൊരു 4 ലക്ഷം കാണും. മരുമക്കന് 4 ലക്ഷം കാണും. സ്തോത്രം. ഇളയ മോനൊരു 4 ലക്ഷം കാണും. അവൻ്റെ ഭാര്യയ്ക്ക് ഒരു 4 ലക്ഷം. എല്ലാം ഡോക്ടർമാരാ. അതിൻ്റെ ഇളയ ഒരു മോളുണ്ട്, അവളും ഭർത്താവും ഡോക്ടർമാരാ. അമ്മി അവസാനം ഒരാൾക്ക് ജോലി ഇല്ലാത്തപ്പം കഞ്ഞി കുടിക്കാൻ, അതെന്തോ കഞ്ഞി കുടിയാ? 10-25 ലക്ഷം രൂപ വരുമാനമായിട്ടാണ് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലെന്ന്. പിടികിട്ടിയോ? 4000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവൻ ചിരിച്ചോണ്ടാ നിൽക്കുന്നത്. എടാ മോനെ സ്തോത്രം, സാവാളയ്ക്ക് വില കൂടിയാൻ എനിക്ക് വിരസയില്ല, ഞാൻ സാമ്പാറൊന്ന് സാവാള ഇല്ലാതെ വെക്കും. കണ്ടോ, ഭയങ്കര സംതൃപ്തിയാ. ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, കുഞ്ഞെ ഉള്ളതിലൊന്ന് തൃപ്തിപ്പെട്, നിന്റെ കാര്യം ദൈവം നടത്തും. ഇന്നിപ്പോൾ വിളിച്ച് പറ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ഞാൻ സംതൃപ്തനാ. എനിക്ക് കടമുണ്ട്, പക്ഷെ ഞാൻ സംതൃപ്തനാ. എനിക്ക് രോഗമുണ്ട്, പക്ഷെ ഞാൻ സംതൃപ്തനാ. എൻ്റെ സംതൃപ്തി എൻ്റെ പ്രേമം യേശുവാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും? ഇന്ന് ഇത് എല്ലാം മറക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപക്ഷെ വളരെ ദൂരെ നിന്ന് പ്രാർത്ഥനാ വിഷയം എഴുതിക്കൊണ്ടാണ് വന്ന്. ഇന്നെല്ലാം ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, ഒന്നും പ്രാർത്ഥിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രേമിക്കാൻ പഠിച്ചു. വിടുതൽ നിന്റെ പുറകെ വരും. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ മുകളിൽ പറഞ്ഞ 8 വാക്യത്തിലെ കാര്യം നിന്റെ വീട്ടിൽ നടക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട് യേശുവിനെ പ്രേമിക്കാൻ പഠിക്ക്, യേശുവിനായി ദാഹിക്ക്. അപ്പൊ ദാവീദ് ഒരിക്കൽ പോലും പ്രാർത്ഥിച്ച് കാണത്തില്ല എന്നെ രാജാവാക്കണേ. ഹല്ലേലൂയ. ഞാൻ തുറന്നു പറയാം കേട്ടോ, കർത്താവിനെ പ്രേമിച്ചാൽ മതി. പ്രാർത്ഥനാ വിഷയം ഒന്നും 1, 2, 3 എന്ന് എഴുതി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ കാര്യം കർത്താവ് അങ്ങ് നടത്തും. ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് പറയുക, കർത്താവിനെ പ്രേമിക്കാൻ പഠിച്ചാൽ, കർത്താവിനെ സ്നേഹിക്കാൻ പഠിച്ചാൽ, കർത്താവിനെ ഈ പ്രേമിച്ചുള്ള ആരാധന എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? പ്രേമിക്കാത്ത ആരാധനയ്ക്ക് വന്നു, എൻ്റെ പൊന്നു ബ്രദറെ നിങ്ങളെടുത്തേക്കുന്ന ഹോളൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തോരു ചൂടാണെന്നറിയോ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ജീസസ് വോയിസിൻ്റെ ആദ്യത്തെ ആരാധന തുടങ്ങിയ സമയത്ത് ഒരു ടിൻഷീലിനകത്തായിരുന്നു ആരാധന. സ്തോത്രം. ഞങ്ങളൊക്കെ വലിയ ടർക്കിയുമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. സ്തോത്രം. ഒരു ടർക്കി കുതിർന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക, ചൂട് സഹിക്കാൻ വയ്യ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, മേളിൽ സ്തോത്രം അപ്പുറത്തെ നദിക്കകത്തുനിന്ന് മോട്ടറിട്ട് വെള്ളം മേളിൽ ടിൻഷീറ്റിൻ്റെ മണ്ടയ്ക്ക് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും മഴ പെയ്ച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും ചൂടാ. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, നിങ്ങളുടെ അവിടെ ആരാധിക്കാൻ വരാൻ താല്പര്യമുണ്ട്, പക്ഷെ ഭയങ്കര ചൂടാ. സ്തോത്രം. അപ്പോൾ ഇപ്പോൾ AC ഇട്ടിട്ടും സ്തോത്രം ചിലർ പറയുന്നത് സ്തോത്രം ചൂടാന്ന് പറയുന്നില്ല. ഇപ്പം AC ഉള്ളതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഭയങ്കര തണുപ്പാണ് അതിനകത്തിരുന്ന. മനസ്സിലായോ? ഈ ഇല്ലാത്ത കാരണം ചൂട് കൂടിയപ്പോൾ പറഞ്ഞു ഭയങ്കര ചൂടാ. AC ഇട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദർ തണുത്തിട്ട് കയ്യും കാലുകളും കോച്ചി പിടിക്കുക. ശ്രദ്ധിച്ച് കേട്ടെ, ഇങ്ങോട്ട് സഹകരിക്കണം. അപ്പം ആരാധിക്കാൻ യേശുവിനോട് പ്രേമമില്ലാത്തവന് തണുപ്പ് ഭയങ്കര തണുപ്പാ, ചൂട് യേശുവിനോട് പ്രേമമുണ്ട്, തണുപ്പും പ്രശ്നമല്ല, ചൂടും പ്രശ്നമല്ല, ഉടുപ്പ് ചുളുങ്ങിയതും പ്രശ്നമല്ല, സാരി ചുളുങ്ങിയതും പ്രശ്നമല്ല. അവൻ്റെ വിഷയം ആരാധ്യനായ യേശു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കെ. ശൂലമി എന്ന് പറയുന്ന വെങ്കൊച്ചിനോട് ചോദിക്കുന്ന സമയത്ത് അവിടെ അവർ ചോദിക്കുന്നുണ്ട്, സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ, ഉത്തമഗീതം എന്നെടുത്തേ 5-ാം അധ്യായം എന്നെടുത്തേ 9-ാമത്തെ വാക്യം, സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ. ഹല്ലേലൂയ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ. നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് ശലോമോന്റെ കൊട്ടാരത്തിലെ 1000 യുവസുന്ദരിമാർ വടിവത്ത ശരീരവും വടിവത്ത മുഖത്തോടും അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നപ്പം ശൂലമി എന്ന പെങ്കൊച്ച് പറയുക, ദൈവത്തിന് സ്തോത്രം, എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു പ്രിയനുണ്ട്.
ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നോക്കിക്കേ, യേശുവിനെ വർണ്ണിക്കുവാൻ, യേശു ആരാന്ന് തിരിച്ചറിഞ്ഞാൽ അറിയാതെ നമ്മുടെ അകത്ത് ആരാധന ഉണ്ടാകും. അവിടെ വായിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചേ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ. ഞായറാഴ്ച രാവിലെ ഉടുത്തുറങ്ങി ആരാധനയ്ക്ക് ഇറങ്ങുമ്പം നാടും നാട്ടുകാരും വീടും വീട്ടുകാരും അകത്തടക്കം പറഞ്ഞ് ചിരിക്കുമ്പോഴും മൗനതയില്ലാതെ മുന്നോട്ട് ദൈവത്തിന് സ്തോത്രം കുതിക്കുന്നതിന്റെ രഹസ്യം എന്താ? നാട് കാണാത്ത, വീട് കാണാത്ത, ബന്ധങ്ങൾ കാണാത്ത ഒരു സുന്ദരൻ എനിക്കുണ്ട്. തിരിച്ചറിയുന്നവരെ ഒരു സ്തോത്രം ചെയ്താട്ട്. ശ്രദ്ധിക്കണേ, ആരെങ്കിലും ഒന്ന് കളിയാക്കിയ, ഇനിയിപ്പോൾ ഒരു വലിയൊരു പ്രാർത്ഥനാ വിഷയം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമുക്കൊക്കെ ധാരാളം ഫോൺ കോൾ വരും. അപ്പം കോൾ വരുന്ന സമയത്ത്, ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഫോൺ വിളിച്ച സമയത്ത് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പുള്ളിക്കാരൻ എന്നെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ഇഷ്ടമല്ലാത്ത? ഉത്തരം, പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, അയ്യോ ഭയങ്കരമാണല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നതുകൊണ്ട് ഭർത്താവിന് നിങ്ങളെ ഇഷ്ടമല്ല. ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ ചോദിച്ചു, ഹല്ലേലൂയ സിസ്റ്ററെ, തുറന്ന് ചോദിക്കുക, പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒറ്റ കാരണം കൊണ്ടാണോ ഇഷ്ടമല്ലാത്ത? അല്ല, കുറേ കാരണമുണ്ട്, പക്ഷെ ഒരു കാരണം ഇതാ. അപ്പോൾ ഒരു കാരണം ഇതാന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? അതെ സ്തോത്രം, പ്രയറിന് പോയിടത്തെ ഒരു പുള്ളിക്കാരൻ ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ചായിരുന്നു. അത് ഹസ്ബൻഡ് കണ്ടോ? പേര് പറയുന്നത് എന്തുവാ? പ്രാർത്ഥിക്കാൻ പോയപ്പോൾ. പ്രാർത്ഥിക്കാൻ പോകുന്നവർ പ്രാർത്ഥിച്ചു വച്ച് വീട്ടിൽ പോകണം. ആവശ്യമില്ലാത്ത മെസ്സേജ് അയച്ചാൽ ഭർത്താവ് എതിരാകും. അപ്പം ശ്രദ്ധിക്കട്ടെ, വേറെന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയാലും കാരണം എന്തുവാ? ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കാൻ പോയെന്ന് കരുതി കേരളത്തിൽ ഒരു ഭർത്താവും നിന്നെ തടയുകയില്ല. നീ പ്രാർത്ഥനയ്ക്കാ പോകുന്നതെങ്കിൽ അതിൻ്റെ കാരണം എന്താ? പ്രാർത്ഥന അത്ര പവറുള്ളതാ. അപ്പം ഇവിടെ എഴുതിക്കുക, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ. ഈ നമ്മൾ നോക്കി യേശുവിനെ ഉയർത്തി പറയുന്നത്, ഞാൻ ദൈവമക്കളോട് എപ്പോഴും പറയാം, ഞാൻ ആരെ കണ്ടാലും യേശുവിനെ ഉയർത്തിയേ പറയത്തുള്ളൂ. കാരണം യേശുവിനെ ഉയർത്താതിരിക്കാൻ പറ്റുകയില്ല. കാരണം ശ്രദ്ധിച്ച് കേട്ടോ, ഇങ്ങോട്ട് നോക്കിയേ, ഇന്നലെ വരെ ലോകത്തിലുള്ള മൊത്തം കഴുതകളെയും അലക്കുകാർ തുണി കൊണ്ടുപോകാനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലോഡ് അടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു കഴുത മാത്രം തുള്ളിച്ചാടുക. ആ കഴുതയുടെ മുമ്പിൽ ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ടൊക്കെ കവറ് പൊട്ടിച്ച് ആൾക്കാർ ഇടുക. സ്വത്രം ചില്ലികൾ വെട്ടിയിടുക. അപ്പോൾ ആ കഴുതയുടെ ഗമ എന്താണെന്നറിയാമോ? ആ കഴുതയുടെ പുറത്തൊരുവനുണ്ട്, അവൻ്റെ പേരാ യേശു. ശ്രദ്ധിക്കണം, ഒരു വിലയുമില്ലാത്ത നിനക്ക് വല്ല വില ലഭിച്ചെങ്കിൽ നിന്റെ മേൽ നടകൊണ്ട യേശുവാ. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകൾ നിനക്ക് തന്നത് യേശുവാണ്. പാരമ്പര്യം ഇല്ലാത്ത, കുടുംബമഹിമ ഇല്ലാത്ത നിനക്ക് അഡ്രസ് തന്നത് യേശുവാണ്. നിന്റെ ജീവിതം മാറ്റിമറിക്കുന്നവൻ യേശുവാണ്. യേശുവേ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. അകത്തളങ്ങളിൽ ആരാധന ഉയരുന്ന ദൈവമക്കളെ, നിന്റെ അകത്ത് യേശുവുണ്ട്. ആ തോർത്ത് തോളെ കൂടെ ഇട്ടേക്കുന്ന അപ്പച്ചൻ എന്നിട്ട് നിൽക്കാവോ? അപ്പച്ചൻ്റെ പേര് പറയാവോ? സോമനെ കർത്താവ് തൊടാൻ പോവുക. ഇന്ന് വരെ സോമൻ അനുഭവിക്കാത്തൊരു സൗഖ്യം. ഒറ്റയ്ക്കേ സോമൻ വന്നിട്ടുള്ളോ? ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾക്ക് അവരെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോൾ ഒരു സൗഖ്യം. ആ മകന് നടക്കാൻ പോവാ. എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കാവോ? കാല് നടക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എത്ര നാളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്? 12 വർഷമായി. നടക്കാൻ പറ്റുകയല്ല. നടക്കാൻ വലിയ കാലിങ്ങനെ നൂന്നിരിക്കുള്ളൂ, വടി പോലെ. വടി കൊണ്ടേ നടക്കാൻ പറ്റും. വടി പോലെ നൂന്നിരിക്കുള്ളൂ കാല് വടി പോലെ ഇരിക്കത്തുള്ളൂ, മടങ്ങത്തില്ല. ഹല്ലേലൂയ. 2 കാലുമോ ഒരു കാലോ? ഒരു കാല്. ഹല്ലേലൂയ. 12 വർഷമായി തുടങ്ങി. 12 വർഷമായി. ജീസസ്, നിങ്ങളിൽ ഒരു സൗഖ്യം ഇപ്പം നടക്കുക. The name of Jesus, the name of Jesus. സൗഖ്യമാകട്ടെ. എന്നെ നോക്കിക്കേ, യേശുവേ, ആ കാല് മടങ്ങണ്ടേ? അച്ഛൻ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. 12 വർഷമായി മടങ്ങത്തില്ലല്ലോ, ഇച്ചിരി പോലും മടങ്ങത്തില്ലല്ലോ. കർത്താവേ, സൗഖ്യമാകട്ടെ. ജീസസ്, നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ടൊന്ന് കൈ നീട്ടിയേ. കർത്താവേ, എല്ലാരും കൂടെ കൈ നീട്ടുമ്പോ അച്ഛാന കാലൊന്ന് മടക്കുകയുടെ ചെയ്തേശുവേ. ഹല്ലേലൂയ.
സൗഖ്യമാകട്ടെ, സൗഖ്യം. ഓ ജീസസ്, ആമേൻ. ഓ ഹല്ലേലൂയ. Jesus, name above all names, beautiful Savior, glorious Lord, Emmanuel, God is with us. Blessed Redeemer, living one. സൗഖ്യമാകട്ടെ. എഴുന്നേറ്റ് വന്നേ. Emmanuel, വന്നോട്ടെ. ആ കാലൊന്ന് കൊടുത്തു. God is with us. വന്നാട്ട് വന്നാട്ട്. ആ ഇനി അതിനെക്കാട്ടി വലിയ സ്റ്റെപ്പാ കയറാൻ പോകും. അതിനെക്കാട്ടി വലിയ സ്റ്റെപ്പാ കയറാൻ പോകുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി തിരിച്ചിറങ്ങി വന്നാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ആ കാല് കൊണ്ട് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൈകൾ ആ TV സ്ക്രീനിന് നേരെ നീട്ടിയാണ്. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അവരുടെ പ്രതിബന്ധങ്ങൾ മാറട്ടെ. ഇപ്പോൾ തന്നെ അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. നിന്റെ നാമം ചൊല്ലി നിന്റെ മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ദൈവം ശാസിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലി അനുഗ്രഹിക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. ആമീൻ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ആമീൻ. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഹല്ലേലൂയ. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. പ്രാർത്ഥനാ ടീം റെഡിയാണ്. നിങ്ങളുടെ ടൈത്ത്, ഓഫറിങ്, കോൺട്രിബ്യൂഷൻസ് ആമീൻ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി അയച്ചു തരിക. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെ ഫേസ്ബുക്കിൽ ആമീൻ വന്ന് ഞങ്ങളുടെ ശുശ്രൂഷകൾ കാണുക. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.